കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസേനയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 2024 ഡിസംബർ മാസം 15-ാം തീയതി വിശുദ്ധ സഭായോഗമായി ഭവനാന്തരീക്ഷത്തിൽ വീട്ടിലെ സഭ എന്ന നിലയിൽ ഞങ്ങൾക്ക് കൂടിയൊരുവാൻ കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞു പോയ ദീർഘ ഒരു വർഷം, ഏകദേശം 15 ദിവസം കൂടി കഴിയുമ്പോൾ ഈ വർഷം തീരുകയാണ്. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് 2025. 2024 നമുക്കറിയാം, യുദ്ധങ്ങളുടെയും ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും ഘോരമായ പീഡയുടെ ഒരു കാലം പോലൊരു കാലമായിരുന്നു ലോകമനുഷ്യർക്ക്. അത് ലോകമനുഷ്യരത് അറിയുന്നില്ല, നമുക്കേ അത് മനസ്സിലാകത്തുള്ളൂ. 2025 എത്രത്തോളം കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ലോകത്തിന്മേൽ ആഞ്ഞടിക്കും നമുക്കറിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ ദാസന്മാർ പറയുന്ന പോലെ ലോകം കീഴ്മേൽ മറിഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് ഒരു നിലയിലും വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ, സ്തോത്രം, യേശുക്രിസ്തുവിലൂടെ പിതാവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് പൗലോസ് പഠിപ്പിച്ചേക്കുന്നത്. ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പഴയ നിയമം. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ പാപത്തിൽ മരിച്ച് നീതി ചെയ്ത് ജീവിക്കുന്നവൻ്റെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുക. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അത് തേജസ്സിൽ വെളിപ്പെടും. ആ ഒരു പ്രത്യാശ ഉള്ളിലുള്ള എത്ര ദൈവമക്കളുണ്ടായി ഈ ദിവസങ്ങളിൽ. ദൈവമക്കളെ, ലോകം കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുക. ജാതികളെ ദൈവം ഇളക്കാൻ പോവുക, ലോക മനുഷ്യരെ ഇളക്കാൻ പോവുക, ബുദ്ധിജീവികളെ ഇളക്കാൻ പോവുക. ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന ഈ ലോക ജ്ഞാനികളെ ദൈവം തകിടം മറിക്കാൻ പോവുക. അതിനിടയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മോക്ഷയാത്രക്കാർക്ക് മാത്രമേ ഈ ഭൂമിയിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും ഉണ്ടാകത്തുള്ളൂ. ബാക്കി എല്ലാവരും സ്തോത്രം അസ്വസ്ഥത കൊണ്ട് നിറയാനിടയായിത്തീരും. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊള്ളുക, ദൈവപാദപീഠത്തിൽ വീഴുക, ദൈവവചനം വായിക്കുക, പഠിക്കുക, അനുസരിക്കുക. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാമെങ്കിൽ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിയുക, ദൈവശക്തി ഏതാണെന്നും പിശാചിന്റെ ശക്തിയും തിരിച്ചറിയുക. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ഇന്നത്തെ ക്രൈസ്തവ കോളം തെറ്റിക്കിടക്കുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കാരണം തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായില്ല. ഒരു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ജീവിച്ചിരുന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഇന്നേക്കൊരു 7-8 വർഷത്തിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ബാലൻ സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇപ്പോഴും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, സഭകളിൽ ഈ ദുരുപദേശങ്ങൾ കുമിഞ്ഞുകൂടാനുള്ള കാരണം അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുന്നില്ല. അതതിൻ്റെ പ്രധാന കാരണം. സ്തോത്രം. എനിക്കത് വളരെ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പിടച്ച് വികസിക്കാനിടയായി. കാരണം ഞാൻ അപ്പോസ്തലൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, വർഷങ്ങളായി, 10-15 വർഷങ്ങളായി. അപ്പോൾ ആ മാന്യദേഹം പറഞ്ഞു, സഭയിൽ എന്തുകൊണ്ട് ദുരുപദേശം കടന്നുകൂടി, സഭ എന്തുകൊണ്ട് ആത്മീയ അരാജകത്വത്തിൽ കഴിയുന്നു, എന്തുകൊണ്ട് പല ദുരുപദേശ സംഘങ്ങൾ കുമിളുപോലെ മുളച്ചു വരുന്നു. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അതിൻ്റെ തനിമയോടുകൂടി ദൈവസഭകളിൽ പ്രസംഗിക്കപ്പെടുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന വിഷയങ്ങൾ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുക. ഇത് പല പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ആഴത്തിൽ പതിയാനിടയായിത്തീരും. പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയാണ്, അപ്പോസ്തല പ്രവൃത്തിയാണ്. പുതിയ നിയമസഭയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അപ്പോസ്തല പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് പല പ്രിയപ്പെട്ടവരും വലിയ ഇൻ്റർനാഷണൽ പ്രാസംഗികന്മാർ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് ഓർക്കുമ്പോൾ അവരെ ഓർത്ത് എനിക്ക് കരയാന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഞാൻ അവരെ ഓർത്ത് വിലപിക്കുക, അവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുക, ഈ ബുദ്ധിജീവികളെ ഓർത്ത് ദുഃഖിക്കുക. കാരണം സത്യവേദ പുസ്തകത്തിലെ ഒരു പുസ്തകവും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. 66 പുസ്തകങ്ങളും ദൈവശ്വാസീയമാണ്. അത് പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ, ദൈവാത്മാവിൽ ശരണപ്പെട്ട് നമ്മളതെടുത്ത് പ്രസംഗിക്കണം. അല്ലെങ്കിൽ കുഴഞ്ഞതാ.
പണ്ടൊരു ഉപദേശി പറഞ്ഞല്ലോ, ഉത്തമഗീതം ഉത്തമന്മാർക്ക് ഉത്തമമായ നിലയിൽ പ്രസംഗിച്ചാൽ അത് അനുഗ്രഹം, ജഡികന്മാർക്കാണെങ്കിലോ നേരെ മറിച്ച എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് പുസ്തകവും നമുക്ക് അതിൻ്റേതായ ആ നിലവാരത്തിൽ നമുക്ക് പ്രസംഗിക്കാം. അത് പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ആയിരിക്കണം. പ്രവൃത്തി പുസ്തകം എന്നുള്ളത് പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകമാണ്, ഒന്ന്. രണ്ട്, പുതിയ നിയമസഭയുടെ ആവിർഭാവം വെളിപ്പെടുത്തുന്നത് ഈ പ്രവൃത്തി പുസ്തകമാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ പരിശുദ്ധാത്മ നിറവോടുകൂടി എഴുന്നേറ്റുള്ള പ്രസംഗം. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരുന്ന് ശക്തി ലഭിച്ചിട്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. ഈ ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാകാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? ശക്തി ലഭിച്ചാലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ, വചനം പറയാൻ പറ്റത്തുള്ളൂ. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. മനുഷ്യ ബുദ്ധി കൊണ്ടും മനുഷ്യ ശക്തി കൊണ്ടും മനുഷ്യ അറിവ് കൊണ്ടും നാം ബൈബിൾ കോളേജുകളിൽ സ്വത്രം പ്രാപിച്ചെടുക്കുന്ന ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രസംഗിച്ചാണ് ദൈവസഭ കുട്ടിച്ചോറായി കിടക്കുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കേ. വയോവൃദ്ധന്മാരായ ദൈവദാസന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ അവരിങ്ങനെ പറയും, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, ആദിമ അപ്പോസ്തലന്മാർ, കർത്താവിനോട് കൂടെ തിന്നുകുടിച്ച് നടന്നവർ. പ്രവൃത്തി 10 അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല. അപ്പോൾ അവർ സ്വത്രം എങ്ങനെയാണ് വചനം പ്രസംഗിച്ച്? കർത്താവ് പോകാൻ നേരത്ത്, പത്രോസേ ഇതിരിക്കട്ടെ, ഒരു 2 ലക്ഷം രൂപ, ഒരു 3 ലക്ഷം രൂപ, 4, ഓരോരുത്തർക്ക് ഓരോ കൊടുക്കും. 5 പൈസ കൊടുത്തില്ല, ഒരു 10ൻ്റെ പൈസ കൊടുത്തില്ല. അവർ വയറ് നിറച്ച് ആഹാരം കഴിച്ചത്. എൻ്റെ ഒരു നിഗമനം, ഞാൻ എപ്പോഴും പ്രസംഗിക്കാറുള്ളത്, 5 അപ്പം 4 അപ്പം ഒക്കെ കർത്താവ് അത് വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത്, ശിഷ്യന്മാരത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്തപ്പോൾ അക്കൂട്ടത്തിലാണ് അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചത്. സ്തോത്രം. കാരണം 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ നാഴിക വരെ നമ്മൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും ഉടുപ്പാനില്ലാതെ സ്ഥിരവാസമില്ലാതെ ഞങ്ങളിങ്ങനെ നടക്കുന്നു എന്നൊക്കെ അവർ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങളാണ് അപ്പോസ്തലന്മാരുടെ ബയോഡേറ്റ. അതിൻ്റെ 9-ാം വാക്യം കൂടി ചേർത്ത് വേണമെങ്കിൽ വായിക്കാം. അതാണ് അവരുടെ ബയോഡേറ്റ. ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ കാര്യം അല്ല. കർത്താവിൻ്റെ കൂടെ തിന്നുകുടിച്ച് നടന്ന, കർത്താവ് ആക്കി വെച്ച പത്രോസിനോട് ആടുകളെ മേയ്ക്കുക, ആടുകളെ പാലിക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് കർത്താവ് ഡയറക്റ്റായിട്ട് ആക്കി വെച്ച പത്രോസും കൂട്ടരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ പത്രോസും കൂട്ടന്മാരുടെ കാര്യം അല്ലവേ അല്ല. അവർ കർത്താവുമായിട്ട് ബന്ധമില്ലാത്തവരാണെന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ പ്രവൃത്തികളും അവരുടെ വാക്കുകളും അവരുടെ ശുശ്രൂഷ രീതികളും കണ്ടിട്ട് അങ്ങനെ എനിക്ക് പറയാൻ തോന്നി. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ, അവരാണ് നമുക്ക് ഈ ഉപദേശം തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17, 1 മുതൽ 20 വരെ എല്ലാവരും നന്നായിട്ട് വായിച്ചു പഠിക്കണം. പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട്. കണ്ടോ, കർത്താവിനുള്ളവരാണത്, പിതാവിനുള്ളവരാണ്. അവർ എനിക്ക് തന്നു, അവർക്ക് ഞാൻ നിന്റെ വചനം കൊടുത്തു. നിന്റെ വില ഞാൻ അവർ കൊടുത്തിരിക്കുന്നു, നിന്റെ വില ഞാൻ അവർ കൊടുത്തു, നിന്റെ വില ഞാൻ കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ ടൈറ്റിലായിട്ട് മനസ്സിലാക്കണം. അപ്പോസ്തലന്മാരാണ് പുതിയ നിയമസഭയുടെ ഉപദേഷ്ടാക്കന്മാർ. അത് ദൈവമാക്കി വെച്ചു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ മനുഷ്യത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവും ഒരുപോലെ പ്രാപിക്കാനാണ് നിയമിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ഒരുപോലെ ആയില്ലെങ്കിൽ, വിശ്വാസം, ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം, സ്തോത്രം, ഇതൊക്കെ ഒന്നുപോലെ ആയില്ലെങ്കിൽ എന്താ പറ്റും? 14-ാം വാക്യം, എഫേസ്യർ 4:14, ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞൊള്ളുന്ന ശിശുക്കളായി. ഇന്നത്തെ വിശ്വാസികൾ ശിശുക്കളാ, ശൈശവാവസ്ഥയിൽ കിടക്കുക. പാസ്റ്റർമാർ പോലും ശൈശവാവസ്ഥയിൽ കിടക്കുക, വിശ്വാസികൾ ശൈശവാവസ്ഥയിൽ കിടക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇതിൻ്റെ അന്തമെന്താ? ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? സത്യത്തിൽ ഞാൻ ചിന്തിച്ച് ചില സമയം ഇരുന്ന് കരയും, ചില സമയം ഈ അവസ്ഥ എന്താണ് ദൈവമേ. കാരണം ദൈവം പ്രമാണം മാറ്റത്തില്ല, വ്യവസ്ഥ മാറ്റത്തില്ല. ദൈവം വ്യവസ്ഥ മാറ്റാൻ ദൈവം മനുഷ്യനല്ല.
മോശയോടുള്ള സമീപനവും സോളമനോടുള്ള സമീപനവും ഒക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവം വ്യവസ്ഥ മാറ്റത്തില്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്നവനെ ദൈവം സ്വീകരിക്കുകയും അല്ലാത്തവനെ ന്യായമായ നിലയിൽ പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ വേദപുസ്തകത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രമാണത്തിനെതിരെ നമ്മൾ ഒരിക്കലും നിൽക്കരുത്. ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചോണം. അതാണ് ഞാൻ ഇന്നലെ ഒരു വാത്സല്യ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകവും ലേഖനത്തിലൂടെ തന്ന റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. ഇനി വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ കൂടി എടുത്തോ, അത് നമുക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. ഈ നിലയിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. പ്രവൃത്തി 2:42 പത്രോസിൻ്റെ പ്രസംഗം കേട്ട് വന്ന 3000 പേര്. ഇപ്പം എന്തോ പറ്റി ഉപദേശത്തിന്? ഇപ്പം എന്തോ പറ്റിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഉപദേശം എന്തുകൊണ്ടാണ് പ്രസംഗിക്കാത്തത്? ഈ ഉപദേശം എന്തുകൊണ്ട് പ്രസംഗിക്കുന്നില്ല? ഇവിടെയാണ് പിശാചിൻ്റെ കരം നമ്മൾ കാണേണ്ടത്. വചനത്തെ തടയുന്ന പിശാചിൻ്റെ കറുത്ത കരം വാത്സല്യ ദൈവമക്കളൊന്ന് കാണുക. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും സൗഭാഗ്യം ഈ പുതിയ നിയമ വചനത്തിൻ്റെ വെളിപ്പാടുകളാണ്. യോഹന്നാൻ 6:63 ഞാൻ ഇവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനനാമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത പ്രാപിക്കുമ്പോഴാണ് നമ്മൾ ആത്മീകരാകുന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന വാത്സല്യ ദൈവജനത്തോട് ഞാൻ കൈകൂപ്പി വിളിച്ചു പറയുന്നു, നിങ്ങൾ ഈ പുതിയ നിയമം വായിക്കുക. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളും പ്രവൃത്തി പുസ്തകവും റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനവും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക. 100 പ്രാവശ്യം മനസ്സിരുത്തി പ്രാർത്ഥനയോടെ വായിക്കുക. ഇവരൊക്കെ പറയുന്നത് കേട്ട് തുള്ളിച്ചാടാതെ കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ഇല്ലെങ്കിൽ നിങ്ങളെ സാത്താൻ തകർത്ത് കളയും. പൗലൂസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ. വിചിത്രമായിട്ട് എനിക്ക് തോന്നിയ മത്തായിയുടെ സുവിശേഷം 5-ാം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈ ചെന്നായ്ക്കളെ കുറിച്ച് കർത്താവ് പറഞ്ഞത് ചെന്നായ്ക്കളെന്ന്. എന്നാൽ പൗലൂസ് പറഞ്ഞത് കൊടിയ ചെന്നായ്ക്കളെന്ന്. കുറച്ചുകൂടി ആഴത്തിലാണ് പൗലൂസ് പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ഒരു ഭാഗമുണ്ട്. അതുകൂടി എൻ്റെ പറയാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. അത് പറഞ്ഞിട്ട് നമ്മുടെ റോമാലേഖനം 5-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. കുറച്ച് പേർക്ക് ഇത് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്, ബഹുഭൂരി പേർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഈ വിഷയങ്ങൾ അവരുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുക. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ് അപ്പോസ്തലന്മാർ. അവർ പറയുന്ന വചനം പഠിക്കുമ്പോഴേ നമുക്ക് വെളിപ്പാട് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയാണല്ലോ ഈ സുവിശേഷം. 16-ാം അധ്യായം 1 മുതൽ എത്രയുണ്ട് സുവിശേഷം? യോഹന്നാന്റെ സുവിശേഷം എത്ര അധ്യായമുണ്ട്? 21 അധ്യായമുണ്ട്. ഇത് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയതാ. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി 1-ാം ലേഖനം, 2-ാം ലേഖനം, 3-ാം ലേഖനം സുവിശേഷം. ഈ സുവിശേഷം ശരിക്കും വായിച്ചു പഠിക്കണം. ഞാനീ പറയാൻ പോകുന്നത് ഇച്ചിരി ആശയക്കുഴപ്പം വരുന്നൊരു ഭാഗമാണ്, ശ്രദ്ധിച്ച് കേട്ടോണം. 16-ന്റെ 12, 13 എനിക്ക് വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. വളരെ പറവാനുണ്ട്, വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ശ്രദ്ധിച്ചേ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒത്തിരി പറവാനുണ്ട്. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നു, പിടിക്കപ്പെടാൻ പോകുന്നു. ഈ 16-ാം അധ്യായം കഴിഞ്ഞ് സ്തോത്രം
17-ാം അധ്യായം കഴിഞ്ഞ ശേഷം കർത്താവ് വചനം അവരെ ഫലമേൽപ്പിച്ചിട്ട് ശേഷം അടുത്ത 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കിദ്രോൻ തോട്ടിൻ്റെ അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു, ശിഷ്യന്മാരും അതിൽ വന്നു. പിന്നെ യേശുക്രിസ്തു പിടിക്കപ്പെടുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അന്ത്യവാക്കുകളായിട്ട് ഈ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. മരിക്കുന്നതിന് മുമ്പിട്ടുള്ള അവസാന വാക്കുകളായിട്ട് നമുക്കിതിനെ പഠിക്കാൻ കഴിയും. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 17-ന്റെ അവസാനം വരെയുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാരോട് മാത്രമായിട്ടുള്ള ഇടപെടലുകളാണ്, പ്രബോധനങ്ങളാണ്. ശരിക്കും വായിച്ചു പഠിക്കണം ഇത്. അതിൽ ഈ 16 നമ്മൾ ഞാൻ വായിച്ചതിപ്പോൾ ഒത്തിരി പറവാനുണ്ട്, വായിപ്പാൻ കഴിവില്ല. ആത്മാവ് വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും. അടുത്ത 14-ന്റെ 25 മുതൽ ഞാൻ നിങ്ങളോട് കൂടി വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. ഏതാ ഉപദേശിച്ചു തരുന്നത്? പറയാതെ വിട്ടത്. പറയാതെ വിട്ടത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉപദേശിച്ചു തരികയും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നുപോയി അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ 2 പ്രധാന കാര്യങ്ങൾ. പറയാതെ വിട്ടത് ബാക്കി ഫില്ല് ചെയ്തു, പറഞ്ഞു കൊടുത്തു. ആത്മാവ് അവരെ പഠിപ്പിച്ചു. ലേണിംഗ് പീരീഡ്. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആശാൻ അപ്പുറത്തും ഇപ്പുറത്തും പഠിക്കുന്ന പഠിതാവും ഇരിക്കും സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട്. ഓൻ്റെ സ്റ്റിയറിംഗ് പിടുത്താൽ മാത്രമേ ഉള്ളൂ. മറ്റേ കാലിലെ പ്രയോഗം മുഴുവൻ ആശാനാ ചെയ്യുന്നത്. അല്ലെങ്കിൽ വണ്ടി വല്ലയിടത്തും പോയി കയറും. എന്ന് പറഞ്ഞ പോലെ ഈ പ്രവൃത്തി പുസ്തകമുള്ള ലേണിംഗ് പീരീഡാണ്. തിമോത്തിയോസിനെ പരിച്ഛേദന കൽപ്പിക്കുന്നതും മറ്റ് ന്യായപ്രമാണത്തിൻ്റെ പല കാര്യങ്ങളിലേക്ക് ശിഷ്യന്മാർ എടുത്തു ചാടുന്നത് ലേണിംഗ് പീരീഡാണ്. ലേഖനങ്ങൾ എഴുതുന്ന കാലഘട്ടങ്ങൾ വന്നപ്പോൾ ആത്മാവ് അവരെ പഠിപ്പിച്ചു നല്ലൊരു ശതമാനം അവർ പ്രാപ്തന്മാരായി മാറി. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി തിമോത്തിയോസിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പൗലൂസ് പറയുന്നു, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താ അവിടെ പൗലൂസ് പറഞ്ഞത്? ഗലാത്യർ 5:1 എന്താ പറഞ്ഞേ? സ്തോത്രം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ നിന്ന് ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഏതാ അടിമനുഖം? ന്യായപ്രമാണം. താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നുവെന്ന് പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേറുപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഈ എഴുതിയ പൗലൂസാണ് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചത്. പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, പഠിപ്പിക്കുന്ന ലേണിംഗ് പീരീഡ്, പഠനക്കളരി. പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായം. ലേഖനങ്ങൾ എഴുതുന്ന കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ അവരെല്ലാം ആത്മാവിനാൽ പഠിക്കപ്പെട്ടവരായി. ആത്മാവ് അവരെ പഠിപ്പിച്ചു, അവർ പ്രാപ്തന്മാരായി. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ ഞങ്ങൾ പുതിയ നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാർ, ഏബിൾ മിനിസ്റ്റേഴ്സ്. മലയാളത്തിൽ ഇച്ചിരി പെശമുണ്ട്. അത് ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തരാക്കിയെന്ന്. എന്നാൽ KJV ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. ആ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരിൽ നിന്നാണ് നമ്മൾ വചനം പഠിക്കേണ്ടത്. അല്ലാതെ വല്ലയിടത്തും വല്ലതുമൊക്കെ വിളിച്ചു പറയുന്ന, വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന പോലെ വിളിച്ചു പറയുന്ന ഈ കൊച്ചു പിള്ളേര്, ബാലിശമായ ശൈശവാവസ്ഥയിൽ കിടക്കുന്ന വേദപുസ്തകത്തിൻ്റെ ABCD മനസ്സിലാക്കാതെ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, ധനസമ്പാദനത്തിന് വേണ്ടി ചപ്പും ചവറും പറയുന്ന ഈ കുഞ്ഞുങ്ങളുടെ വായി വരുന്നത് കേട്ട് നശിച്ചു പോകരുത് എന്നെനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആത്മാവ് വന്നപ്പോൾ പറയാതെ വിട്ടത് പഠിപ്പിച്ചു. പിന്നെ ഏറ്റവും പ്രധാനം, പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് പാപബോധം ലോകത്തിലുണ്ടാകുന്നത്. ആത്മാവാണ് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത്, തെറ്റിനെക്കുറിച്ച് ബോധം വരുത്തുന്നത്. ഈ പ്രസംഗ പീഠത്തിൽ ഇരുന്ന് ഈ ചപ്പും ചവറും വിളിച്ചു പറയുന്നവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇത് വിളിച്ചു പറയുമോ? ഇവർ മറ്റൊരു ആത്മാവിൻ്റെ കീഴിലല്ലേ? ഇവർ മറ്റൊരു സുവിശേഷമല്ലേ ഇവർ പ്രസംഗിക്കുന്നത്? പ്രോസ്പെറിറ്റി. ഒരു മറ്റൊരു ക്രിസ്തുവിൻ്റെ ആൾക്കാരല്ലേ? എതിർ ക്രിസ്തു.
എന്താ ഇത് മനസ്സിലാകാത്ത? അതുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവർ നിരന്തരമായി കേട്ട് കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ഒരു പഠനം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. സ്തോത്രം. ഞാൻ അടുത്ത വചനത്തിലേക്ക് വരുന്നു. ഞങ്ങൾ ഇന്ന് പഠിക്കാനായിട്ട് ധ്യാനിക്കാനായിട്ട് എടുത്ത വചനം യോറോമാലേഖനം 5-ാം അധ്യായമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക, ജസ്റ്റിഫിക്കേഷൻ. റോമാലേഖനം പഠിപ്പിക്കുന്ന പ്രധാന പഠനമാണ് നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഇത് നീതീകരണത്തെക്കുറിച്ച് ചിലരും കുറേയൊക്കെ പറയുന്നുണ്ട്, വിശുദ്ധീകരണത്തെക്കുറിച്ചും കുറേയൊക്കെ പറയുന്നുണ്ട്, തേജസ്കരണത്തെക്കുറിച്ചും പലരും കുറച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത് ആഴത്തിൽ പഠിക്കണം. ഞാനിതിനെക്കുറിച്ച് ഒരല്പമായിട്ട് ഗ്രഹിക്കാനിടയായത് കൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? പലർക്കും അത് വേണ്ട രീതിയിൽ അറിയത്തില്ല. നീതീകരണം എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായ യേശുക്രിസ്തു എൻ്റെയും പാപത്തിനു വേണ്ടി മരിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനിലൂടെയുള്ള ആത്മരക്ഷ ഒരു വ്യക്തിക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ അവൻ്റെ മേലുള്ള ശിക്ഷാവിധി, ആദാമ്യ പാപം നിമിത്തം ഉണ്ടായ ശിക്ഷാവിധി മാറ്റപ്പെടുന്നു, കുറയുകയല്ല, മാറ്റപ്പെടുന്നു. അതാ നീതീകരണം. ദൈവനെ നീതിമാനായിട്ട് കാണുന്നു. എന്തുകൊണ്ട്? അവൻ യേശുവിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കണമെന്ന് പറയുന്നത്. ഇത് പരസ്യബോധത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആരും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കത്തില്ല, പലരും പറയത്തില്ല. ചപ്പൻ ചവറും ഒക്കെ പറഞ്ഞ് പരസ്യവും നിർത്തുക. ഇപ്പൊ കുറെ പരസ്യക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് അവരുടെ പരിപാടി? മയക്കുമരുന്ന്, പിന്നെ മദ്യപാനം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗം. അതിന് ബാനർ എഴുതി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരല്പ സുവിശേഷം കൂടി കലർത്തി അങ്ങോട്ട് കൊടുക്കുക. അത് വ്യാജപ്രസംഗമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതാണ് സുവിശേഷം. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഇന്ന് പലരും പരാജയപ്പെട്ട് കിടക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അത് സുവിശേഷം എന്ന വിഷയം എടുക്കുമ്പോൾ നമുക്ക് ആ നിലയിൽ നമുക്ക് പഠിച്ചു പോകാം. ഇവിടെ നീതീകരണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. നീതീകരിക്കപ്പെടുക എങ്ങനെയാ? നീതീകരിക്കപ്പെടുക ആദാമ്യ പാപനിമിത്തം മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പാപിയായ മനുഷ്യൻ, നമുക്കറിയില്ല, പാപം ചെയ്ത് കുറ്റവാളികൾ ഈ ജഡ്ജി വിധി പുസ്തകിക്കാനായിട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് 3 വശം അടച്ചു കെട്ടിയ അവനത് നിൽക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കീലന്മാർ വാദിച്ച് അവസാനം ജഡ്ജി വിധി പ്രസ്താവിക്കുന്ന രീതി കോടതിയിൽ ചെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്ന, ആദാമ്യ പാപനിമിത്തം മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ, ഒരു വ്യക്തി പ്രസംഗിക്കുന്നു, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു വന്ന് ആദാമ്യ പാപത്തിന് വേണ്ടി മരിച്ചു. സഹോദരന്മാരെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. ഇത് പ്രസംഗിച്ച് കേൾക്കുമ്പോൾ നീ ഏത് ജാതിയിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും പെട്ടവനാകട്ടെ, നീ ഇത് വിശ്വസിക്കുന്നെങ്കിൽ നിന്നെ കർത്താവായ യേശുക്രിസ്തു രക്ഷിക്കും എന്ന് പറയുമ്പോൾ അയ്യോ സത്യമോ? ഉടനെ അവൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നടക്കുന്ന സംഭവമാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. അവനെ, മരണത്തിന് വിധിക്കപ്പെട്ട അവനെ കുറ്റവാളി അല്ലെന്ന് പ്രഖ്യാപിക്കുക, ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരിക, അവനെ ഫ്രീ ആയിട്ട് വിടുക. എന്തുകൊണ്ട്? അവൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് അവൻ വിശ്വസിച്ചപ്പോൾ അവൻ വിടുവിക്കപ്പെട്ടു. ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ. അതാണ് നീതീകരണം. അത് ദൈവത്തിൻ്റെ ഒരു മനസ്സലിവാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഹല്ലേലൂയ. അങ്ങനെ നീതീകരണം പ്രാപിച്ചവൻ എന്ത് ചെയ്യണം? അടുത്ത് എന്ത് ചെയ്യണം? നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം.
റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവ് യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ ഈ നീതീകരണം പ്രാപിച്ചവൻ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ്, നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. എന്തായി നീതി ചെയ്യുക? വചനമനുസരിക്കുക. പുതിയ നിയമസഭയുടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, പത്യവചനം, പത്യോപദേശം നമ്മുടെ കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ നീതി ചെയ്യുന്നത്. അങ്ങനെ നീതി ചെയ്യുമ്പോൾ, വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശുദ്ധീകരണം കിട്ടും. അതെവിടെ പറയുന്നത്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ അവയവങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇതെന്ത് ചെയ്തു? പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവയവങ്ങൾ കൊണ്ടാണ് നീതി ചെയ്യുന്നത്. ഇത്ര ലളിതമായൊരു പഠനമാണ്. അപ്പോൾ തന്നെ വളരെ ഗഹനവും കൂടിയാണ്. മനസ്സിലാകത്തില്ല ഇത്. 2 പ്രാവശ്യം വെച്ച് കേൾക്കണോ ഇത്? ഹല്ലേലൂയ. അപ്പോൾ മുമ്പ് നമ്മുടെ അവയവങ്ങൾ എന്ത് ചെയ്തു? അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചു. രക്ഷിക്കപ്പെടുന്ന മുമ്പ് സാത്താൻ നമ്മളെ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ അടിമത്വത്തിൽ നിന്ന് എങ്ങനെ രക്ഷ കിട്ടി? ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ, ഇപ്പോൾ എന്ന് പറയുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ സമയം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്ന് യേശുവിനെ ധരിച്ച് ഒരു ദൈവവൈദ്യരായി തീർന്നപ്പോൾ, ക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന ആ നിങ്ങൾ, മുമ്പ് നിങ്ങളുടെ അവയവങ്ങൾ പാപത്തിന് അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ എന്ത് ചെയ്യണം? നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. അങ്ങനെ നീതി ചെയ്യാനായിട്ട് നിങ്ങൾ തുടർന്ന് കഴിയുമ്പോൾ, ഓരോ ദിവസവും വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ, വചനമനുസരിച്ച് ജീവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ശുദ്ധീകരണം വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ അന്ന് എന്ത് ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. ഒരു വാക്ക് കൂടി ചേർത്ത് വായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. അപ്പോൾ വിശുദ്ധീകരണം കിട്ടാൻ വേണ്ടി പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങളെ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കുക എന്നാ പറയുന്നത്. എന്നിട്ടാണ് 20-ാം വാക്യം. സ്തോത്രം. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നു. പാപത്തിന് ദാസന്മാരായ നീതിയെക്കുറിച്ച് അറിയത്തില്ല. സ്തോത്രം. അന്ന് നിങ്ങൾക്ക് എന്ത് ഫലമുണ്ടായിരുന്നു? ഓരോ പാപം ചെയ്യുമ്പോഴും ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ. പാപം ചെയ്യുന്നു, ലജ്ജ പ്ലസ് ലജ്ജ, അങ്ങനെ ലജ്ജ ലജ്ജ ലജ്ജ, അവസാനം അത് ആത്മമരണത്തിലേക്ക് കലാശിക്കുന്നു എന്നാണ് വേദപുസ്തകത്തിലെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലൂസിൻ്റെ പഠിപ്പിക്കൽ. ഇതാരാ പഠിക്കുന്നത് ഇതൊക്കെ? അത് കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പാപത്തിന് ദാസന്മാരായ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്ത് ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി. പാപത്തിന് എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നേ? അതിലേക്ക് വരണം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഈ വചനം എടുക്കുമ്പോൾ ഓരോ ഘട്ടമായിട്ട് ലെയറായിട്ടാണ് ഇതിൻ്റെ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത്. പരിശുദ്ധ വെളിപ്പെട്ട്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് എങ്ങനെയാണ്? പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. അപ്പോൾ സഭയെ ഉപദേശം പഠിപ്പിക്കുന്നില്ലെങ്കിലോ പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. റോമാലേഖനം 16-ാം അധ്യായത്തിൽ ഒരു ശക്തമായൊരു പ്രബോധനം പൗലോസ് പറയുന്നുണ്ട്. എന്താ അത്? സ്തോത്രം. റോമാലേഖനം
16-ാം അധ്യായം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. അപ്പോൾ റോമാ സഭയെ പൗലോസ് പഠിപ്പിച്ചു. കൊരിന്ത് സഭ, ഗലാത്യ സഭ, എഫേസ്യ സഭ, ഫിലിപ്പിയ സഭ, കൊലോസ്യ സഭ, സഭകളെല്ലാം അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചു. ഇന്ന് സഭകളെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. സങ്കീർത്തനം വായിച്ച് പാട്ടും പാടി പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഒരു പാട്ട് കൊണ്ട് സഭായോഗം തീർത്ത വീരന്മാർ ഞങ്ങളുടെ പട്ടണത്തിൽ കിടപ്പുണ്ട്. ഗിറ്റാറും വയലിനും ഓർഗനും ഒക്കെ വെച്ച് അടിച്ച് പൊളിച്ച് ഒരു പാട്ട്, ദൈവാത്മാവ് എനിക്ക് തന്നൊരു പാട്ടെന്ന്. പിന്നെ എന്തിനാ ഈ ഉപദേശമെന്ന് ഞാൻ ആ പുള്ളിയോട് ചോദിക്കുക. സഹോദര, എന്തിനാ ഈ ഉപദേശം എഴുതി തന്നിരിക്കുന്നത്? റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചു, റോമാസഭ അത് പഠിച്ചു. 6:17 നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. 16:17 നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. അത് സൂക്ഷിക്കാത്തതുകൊണ്ട് ഈ ഗതികെട്ട് വന്നത് സഭയ്ക്ക്. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനല്ല, തങ്ങളുടെ വയറ്റിനെ എത്രയും സേവിക്കുന്നത്. ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയം വഞ്ചിച്ചു കളയുന്നത്. ആത്മീയഗോളം മുഴുവൻ അത് വഞ്ചനയേറ്റുകൊണ്ടിരിക്കുക. എന്നാൽ സഭയെ ഉപദേശം പഠിപ്പിക്കണമെന്ന് പൗലൂസ് പറഞ്ഞു. പൗലൂസ് അത് പഠിപ്പിച്ചു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് പഠിപ്പിച്ചു. ഇന്നത്തെ പത്രോസുമാരും പൗലൂസുമാരും യോഹന്നാന്മാരും വചനം വിറ്റ് തിന്നുകൊണ്ടിരിക്കുക, പഠിപ്പിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കുകയാണ് അവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്,